ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധഭീതിക്കും എണ്ണവില പ്രതിസന്ധിക്കും മുന്നിൽ ഒരു രക്ഷകനായി വീണ്ടും അവതരിച്ചിരിക്കുകയാണ് GCC മേഖലയിലെ സൈലന്റ് ഹീറോ ആയിട്ടുള്ള ഒമാൻ. മാധ്യമങ്ങളിലെല്ലാം ലോകമഹായുദ്ധത്തിന്റെ കോലാഹലങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ യാതൊരു ബഹളവുമില്ലാതെ ഒമാന്റെ നയതന്ത്രജ്ഞർ അണിയറയിൽ ഒരു വമ്പൻ ഡീൽ പൂർത്തിയാക്കിയിരിക്കുന്നു. ലോകത്തിന്റെ എണ്ണ ഞരമ്പ് എന്ന് വിളിക്കുന്ന ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഒമാനും ഇറാനും തമ്മിൽ പുതിയൊരു ഷിപ്പിംഗ് ഫ്രെയിംവർക്കിൽ ഒപ്പുവച്ചിരിക്കുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരെ സമ്മതിക്കുന്നു കാര്യങ്ങൾ വേഗത്തിൽ ശുഭകരമായ പര്യവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന്. പശ്ചിമേഷ്യയിൽ ഏത് വലിയ പ്രതിസന്ധി വന്നാലും ഒമാൻ എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ കാര്യങ്ങൾ തിരിച്ചുവിടുന്നത്? ഈ പുതിയ ഒമാൻ ഇറാൻ കരാർ വഴി ഹോർമുസിലെ ഗതാഗതം വീണ്ടും സാധാരണ നിലയിലാകുമോ? നോക്കാം. ലോകത്തിലെ ആകെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 നടക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് വഴിയാണ്. ആ പാതയിൽ ഏതാനും മാസങ്ങളായിട്ട് പോകുന്ന യുദ്ധവും ഉപരോധവും കാരണം ലോകം മുഴുവൻ ക്രൂഡ് ഓയിൽ പ്രതിസന്ധിയിലും സാമ്പത്തിക ഭീതിയിലുമായിരുന്നു. എന്നാൽ ഇതാ ആഗോള രംഗത്ത് നിന്ന് ഏറ്റവും നിർണായകവും ആശ്വാസകരവുമായിട്ടുള്ളൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ഇറാനും ഒമാനും തമ്മിൽ ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ പുതിയൊരു ഷിപ്പിംഗ് ഫ്രെയിംവർക്കിൽ ഒപ്പുവെക്കാൻ പോകുന്നു. പുതിയ റൂട്ടിന്റെ മാപ്പും ജിയോഗ്രാഫിക്കൽ കോർഡിനേറ്റ്സും വരെ തീരുമാനിച്ചു കഴിഞ്ഞു. കാര്യങ്ങൾ ഏതാണ്ട് സമവായത്തിലേക്ക് എത്തുന്നു. 2 ദിവസത്തിനകം ഒരു വലിയ അനൗൺസ്മെന്റ് ഉണ്ടാകുമെന്ന് സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും പ്രതികരിച്ചിരിക്കുന്നു. കഴിഞ്ഞ 2 മാസത്തോളമായിട്ട് ഇറാനും ഒമാനും തമ്മിൽ വളരെ രഹസ്യമായും പ്രൊഫഷണലായും ചർച്ചകൾ നടത്തി വരികയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ സുരക്ഷിതമായ സഞ്ചാരത്തിനായിട്ട് പ്രത്യേക ഷിപ്പിംഗ് ചാനലിന്റെ ജിയോഗ്രാഫിക്കൽ കോർഡിനേറ്റ്സിൽ വരെ ഇരുവരും ധാരണയിൽ എത്തിക്കഴിഞ്ഞു. ഇതിന്റെ ഒഫീഷ്യൽ ജോയിന്റ് അനൗൺസ്മെന്റ് അവസാന ഘട്ടത്തിലാണ്. ഇതിന്റെ സാങ്കേതികവും നിയമപരവും സുരക്ഷാപരവുമായ എല്ലാ മുൻകരുതലുകളും ഇറാൻ റിവ്യൂ ചെയ്തു വരികയാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. ഒമാന്റെ മധ്യസ്ഥത ഇതിൽ വലിയൊരു നയതന്ത്ര വിജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ വിടവുണ്ട്, അഥവാ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചതിക്കുഴിയുണ്ട്. ഇറാൻ എന്താണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നൊന്ന് നോക്കാം. ഒന്ന്, ഒമാനുമായി കരാറായതുകൊണ്ട് മാത്രം ഹോർമുസിൽ സുരക്ഷ ഉറപ്പാകില്ല. ഇറാൻ വ്യക്തമാക്കുന്നത് ബാഹ്യശക്തികളുടെ അനാവശ്യ ഇടപെടൽ ഉണ്ടായാൽ ഈ ഡീല് തകരാൻ സാധ്യതയുണ്ട് എന്നാണ്. അടുത്തത്, രണ്ടാമത്തേത്, US നേവൽ ബ്ലോക്കേഡ് പിൻവലിക്കണം. US ഇസ്രായേൽ സൈനിക നീക്കങ്ങളും ഇറാനിയൻ പോർട്ടുകൾക്ക് മേലുള്ള അമേരിക്കൻ നാവികസേനയുടെ ഉപരോധവും പൂർണ്ണമായി അവസാനിച്ചാൽ മാത്രമേ ഹോർമുസ് റൂട്ട് സുരക്ഷിതമായി പൂർണ്ണ തോതിൽ തുറക്കൂ. 3, നിയന്ത്രണവും പരിശോധനയും. റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പുതിയ നിർദ്ദേശപ്രകാരം ഈ റൂട്ടിലൂടെ കടന്നു പോകുന്ന കപ്പലുകളിൽ ഒരു വിഭാഗത്തിന് മേൽ പരോക്ഷ നിയന്ത്രണവും പരിശോധനാ അവകാശവും ഇറാന് ലഭിച്ചേക്കാം എന്നാണ്. അതായത് ഒമാനുമായുള്ളത് ഒരു സാങ്കേതിക ധാരണയാണെങ്കിലും ഇതിന്റെ യഥാർത്ഥ താക്കോൽ വാഷിംഗ്ടണിന്റെയും തെഹ്റാന്റെയും കൈകളിലാണ്. ഇനി ഇതിന്റെ മറുഭാഗം നോക്കാം. വാഷിംഗ്ടണിൽ നിന്നുള്ള വിവരങ്ങൾ വളരെ കൗതുകരമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ മാധ്യമങ്ങളോട് പറഞ്ഞത്, ഞങ്ങളും ഇറാനും തമ്മിൽ വളരെ നല്ല ചർച്ചകൾ നടക്കുന്നുണ്ട്, വെരി ഗുഡ് ഡിസ്കഷൻസ്. ഒരു കരാറിലേക്ക് നമ്മൾ വളരെ അടുത്ത് കഴിഞ്ഞു. നാളെയോ മറ്റന്നാളോ, ഇൻ 48 hours 48 മണിക്കൂറിനുള്ളിൽ ഒരു തീരുമാനം ഉണ്ടായേക്കാം. കാര്യങ്ങൾ അനുകൂലമായി പുരോഗമിക്കുന്നു എന്നൊക്കെയാണ്. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും ചർച്ചകളിൽ നല്ല പുരോഗതിയുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട്. അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം ഹോർമുസിലൂടെയുള്ള ചരക്ക് കപ്പലുകളുടെ സഞ്ചാരം എത്രയും പെട്ടെന്ന് സാധാരണ നിലയിലാക്കുക എന്നതാണ്. എന്നാൽ ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഖാസെം ഖരീബാബാദി പറയുന്നത് ഈ താൽക്കാലിക റൂട്ട് 2 മുതൽ 4 മാസം വരെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിക്കാമെന്നും വിദേശ ശക്തികളുടെ ഇടപെടലില്ലെങ്കിൽ മാത്രമായിരിക്കും ഇത് നീണ്ടു നിൽക്കുക എന്നുമാണ്. ഈ പോസിറ്റീവ് റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ ആഗോള എണ്ണ വിപണിയിൽ ഉടനടി അതിന്റെ ഫലം കണ്ടു തുടങ്ങി. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ ബാരലിന് $80 താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇനി WTI ക്രൂഡ് $75 ഇടക്കാല ആശ്വാസം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ മാസങ്ങളിൽ യുദ്ധഭീതി മൂലം എണ്ണവില $100 മേൽ കുതിക്കുമെന്ന ഭയത്തിലായിരുന്ന ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇതൊരു വലിയ ഓക്സിജൻ, ഒരു ആശ്വാസമാണ് നൽകുന്നത്. കാര്യങ്ങൾ എങ്ങനെയാണെങ്കിലും ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും മധ്യസ്ഥതയിൽ മറ്റ് ചർച്ചകളും അണിയറയിൽ സജീവമാണ്. പക്ഷേ മറ്റൊരു വശത്ത് ചെങ്കടലിലും ബാബൽ മന്ദബ് കടലിടുക്കിലും ഹൂതികളുടെ ആക്രമണം തുടരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ സങ്കീർണമായ യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ പ്രത്യാശയുടെ വലിയൊരു വെളിച്ചമാണ് ഈ ഒമാൻ ഇറാൻ ഷിപ്പിംഗ് ഫ്രെയിംവർക്ക് നൽകുന്നത്. ഒമാൻ എന്ന രാജ്യത്തിന്റെ കൃത്യമായ ഡിപ്ലോമസിയും മധ്യസ്ഥതയും ലോകത്തെ ഒരു വലിയ എണ്ണ പ്രതിസന്ധിയിൽ നിന്നും പണപ്പെരുപ്പത്തിൽ നിന്നും രക്ഷിച്ചേക്കാം. അടുത്ത 48 മണിക്കൂറുകൾ ലോക സാമ്പത്തിക രംഗത്തിനും പശ്ചിമേഷ്യൻ സുരക്ഷയ്ക്കും വളരെ നിർണായകമാണ്. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതുപോലെ കരാർ പൂർണ്ണതയിൽ എത്തുമോ അതോ നിർണായകമായ ഏതെങ്കിലും വ്യവസ്ഥയിൽ ഉടക്കി നിൽക്കുമോ എന്ന് കണ്ടറിയണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.